ഇമിറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പുള്ളിനെ പറയാം, ഇല്ല മാൻ അത് വേണ്ട മാൻ, ഇത് നല്ല ജോക്കല്ല മാൻ, ഇങ്ങനെയൊക്കെയാണ്. ഈ മസ്തിഷ്ക മരണത്തിലെ ക്യാരക്ടർ എങ്ങനെയാണ്? ചെറുതാണ്, പക്ഷെ ഒരു കിടില സാധനം, പവർഫുൾ ആയിരിക്കും. പവർഫുൾ ആണ്. ഓക്കെ, നമ്മൾ കണ്ടിട്ടില്ലാത്ത കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യമാണ്. അത് നമുക്ക് എങ്ങനെ ആയിരിക്കും എന്ന് അറിയാൻ പറ്റത്തില്ല. വേറെ ലീഗ് ആയിരിക്കും. നമ്മൾ തന്നെ നമ്മളെ സെൽഫായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് വെക്കണം. ഒരു ഏജ് കഴിയുമ്പോൾ നമ്മളെപ്പോഴും ഒറ്റയ്ക്കായിരിക്കും. അപ്പം നമ്മളെ ഹാപ്പിയാക്കി നമ്മുടെ ഓരോ ഡേയും എങ്ങനെ ഇന്നോവേറ്റ് ആക്കി നമ്മൾ സന്തോഷം കണ്ടെത്തി പോവുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഇപ്പം എൻ്റെ അച്ഛനമ്മയ്ക്ക് ചെറുതിലുണ്ടായിരുന്നത് പോലെ എല്ലാവർക്കും കാണുമല്ലോ, അവരവരുടെ കുഞ്ഞുങ്ങൾ ഡിസബിലിറ്റി ആയിട്ട് ജനിക്കുമ്പോൾ അവർക്കൊരു ടെൻഷനും വിഷമങ്ങളും പേടി. അപ്പം ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഈ ചേച്ചിക്കും ചേട്ടനും ഭയങ്കര വിഷമമായിരുന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തൊരു കാര്യമുണ്ട്, ആ കുഞ്ഞിനെ ഏറ്റവും നല്ല സപ്പോർട്ട് ചെയ്യുന്നൊരു സ്കൂളിലാക്കണം, ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നൊരു എൻവയോൺമെൻറ്റ് അവനെ വളർത്തണം. അവന് പറ്റുന്ന രീതിയിൽ നിങ്ങൾ പഠിപ്പിച്ചാൽ മതി. എന്നിട്ട് അവൻ്റെ ആക്ടിവിറ്റീസ് കാര്യങ്ങളെല്ലാം ബിൽഡ് ചെയ്യണം. നമ്മളൊരാൾക്ക് നല്ലൊരു എൻവയോൺമെൻറ്റ് കൊടുത്ത്, അല്ലെങ്കിൽ നമ്മളയാൾക്ക് മാക്സിമം സപ്പോർട്ട് കൊടുത്ത്, മാക്സിമം അയാളെ മോട്ടിവേറ്റ് ചെയ്ത്, അയാൾക്ക് എല്ലാ കാര്യത്തിനും ഒന്നുമില്ലെങ്കിൽ കൂടെ നിന്ന് നല്ലൊരു വാക്ക് പറഞ്ഞാൽ മതി, ഉറപ്പായിട്ട് ഒരാൾ കയറി വരും. ക്ലബ് ഓഫ് 94.3 ഇന്ന് ആദർശിൻ്റെ കൂടെ നമ്മുടെ 4.5 സംഘ സീരീസിലെ ദ മൈറ്റി മൂങ്ങയാണ്. സച്ചിൻ ബ്രോ, വെൽക്കം ടു ക്ലബ് ഓഫ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, സച്ചിൻ ബ്രോ ഭയങ്കര പോസിറ്റീവാണ്, ഭയങ്കര ചിരിയാണല്ലോ എപ്പോഴും. അങ്ങനെയൊന്നുമില്ല, ഉള്ള സമയത്ത് സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ചങ്ങിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, മൈറ്റി മൂങ്ങ എങ്ങനെയാണ് മൈറ്റി മൂങ്ങ ആയത്? മൈറ്റി മൂങ്ങയായത് ഇങ്ങനെ ഞാനിങ്ങനെ സീരിയൽസൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആ ടൈമിലേക്ക് എനിക്ക് നല്ലൊരു കോൾ വന്നു. അപ്പോൾ അതായത് ഇവരിങ്ങനെ സീരീസിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ആ ടൈമിൽ ഇതിൻ്റെ കാസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന ജോക്കേഴ്സ് സ്റ്റോറി റീലേഴ്സ് എന്ന് പറഞ്ഞൊരു കാസ്റ്റിംഗ് ഗ്രൂപ്പുണ്ട്. അപ്പോൾ അവരുടെ ഇതിൽ നിന്ന് ഒരേപോലത്തെ 3 മെസ്സേജ്, അതായത് 3 പേര് സെയിം മെസ്സേജ് എനിക്ക് അയച്ചു. ഞാനിത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ മുമ്പ് സിനിമയൊക്കെ ട്രൈ ചെയ്തപ്പം എനിക്ക് സിനിമയിൽ നിന്ന് അങ്ങനെ വലിയ പരിപാടികൾ അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതും അതേപോലെ എന്തെങ്കിലും, കാരണം ഈ ഓഡിഷൻ കോൾസൊക്കെ എപ്പോഴും വരുമല്ലോ, അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ച് ഞാനിപ്പോൾ അതിന് ഇങ്ങനെ ഒരേ കണക്ക് 2-3 മെസ്സേജ് ഇങ്ങനെ കിടന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എന്തോ സീരിയസ് ആണ് എന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ അവർക്ക് നമ്പർ കൊടുത്തു. അപ്പോൾ അതിൽ നിന്നൊരു പുള്ളി എന്നെ കോൺടാക്ട് ചെയ്തു. അങ്ങനെ അവർ എന്നെ കാണാൻ വന്നു. ട്രിവാൻഡ്രത്താണ് വന്ന് കണ്ടത്. ആയിട്ട് അവരെന്നെ ചോദിച്ചു ചെറിയൊരു കുഞ്ഞൊരു എന്തെങ്കിലും ഒരു ഓഡിഷൻ പോലെ എടുത്ത് തരുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ അത് അവർ പറഞ്ഞൊരു ചെറിയ സാധനം, വലിയൊരു സംഭവമായിട്ടൊന്നുമില്ല, ചെറിയൊരു കുഞ്ഞു പരിപാടി ഞാനത് ചെയ്തു കൊടുത്തു. എന്തായിരുന്നു ചെയ്തത് ബ്രോ? ചെയ്ത് അത് ഓഡീഷനൊന്നും പറയാൻ പറ്റത്തില്ല. അതിൽ അതിനകത്തുള്ളൊരു ചേട്ടൻ പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു കലിപ്പ് മോഡ്, അങ്ങനത്തെ ഒരു ചെറിയൊരു സാധനം. അപ്പോൾ അവർക്ക് ഞാൻ ചെയ്തപ്പോൾ തന്നെ ഓക്കെ ആണെന്ന് പറഞ്ഞു. അവരെന്നോട് പറഞ്ഞു 4 ദിവസത്തിനകം പറയാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ഓക്കെ, കാരണം എനിക്ക് ആ സമയത്ത് ഞാൻ ചെയ്ത ഓൾറെഡി ഒരു സീരിയൽ കഴിഞ്ഞു. വേറൊരു സീരിയൽ ഞാൻ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. എനിക്ക് പുതിയ സീരിയൽ വന്നിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ പുതിയ സീരിയലിലോട്ട് ഇതിലോട്ട് പോകണോ എന്നുള്ളൊരു ഇതിങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു പുതിയ വർക്കും കൂടി വന്നിട്ടുണ്ട്, അപ്പം നിങ്ങളിത് എത്ര ദിവസത്തിനകം പറയാം? അപ്പോൾ ഒരു 4-5 ദിവസത്തിനകം പറയാം. പക്ഷെ അവർ പിറ്റേടെ തന്നെ പറഞ്ഞ് ഓക്കെയാണ്, ഞങ്ങൾക്ക് സെറ്റാണ് അങ്ങനെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പെട്ടെന്നായിരുന്നു ബാക്കി എല്ലാ പ്രൊസീജിയർ സ്പീഡി. പിന്നെ ഞാൻ കൊച്ചിയിൽ പോയി ഡയറക്ടറിനെ മീറ്റ് ചെയ്തു. അവരെല്ലാവരും എൻ്റെ അടുത്ത് സംസാരിച്ചു, സ്റ്റോറിയൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ പിന്നെ കാരണം പിന്നെ എനിക്ക് കുറച്ച് ടൈമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അത് കഴിയുമ്പോൾ പെട്ടെന്ന് ഫൈറ്റ് പ്രാക്ടീസിൻ്റെ അങ്ങനെ അതിന് കയറണം. അത് കഴിഞ്ഞ് എനിക്ക് നേരെ ഫൈറ്റ് പ്രാക്ടീസ് കഴിഞ്ഞ് കുറച്ച് ബ്രേക്ക്, അത് കഴിഞ്ഞിട്ട് നേരെ ഷൂട്ടിലോട്ട്. അങ്ങനെയായിരുന്നു, പെട്ടെന്നോട്ടൊന്നായിരുന്നല്ലേ. ഓക്കെ ബ്രോ, ഇപ്പോൾ സീരിയലിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ സീരിയലിൽ നിന്നാണ് സിനിമയിലേക്ക് വന്നത്. അപ്പം സീരിയലും സിനിമ രണ്ടും ഭയങ്കര ഡിഫറൻ്റ് അല്ലേ? അപ്പോൾ എങ്ങനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റി പെട്ടെന്ന്? ബ്രോ, രണ്ടും അതായത് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള 2 കാര്യങ്ങളാണ്. സീരിയൽ അഭിനയിക്കുന്നതും സിനിമയിൽ അഭിനയിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. സീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്യൂറേഷൻ കൊടുത്താണ് അഭിനയിക്കുന്നത്. പിന്നെ അവിടെ നമുക്ക് എന്തുവാണ് ഈ പ്രോംപ്റ്റ് ചെയ്ത് തരും. പിന്നെ അതിനകത്തൊരു മെയിനായിട്ട് കുറച്ച് പരിപാടി ഉള്ളൂ സീരിയലിൽ. അത് പഠിച്ചു കഴിഞ്ഞാൽ അത് മതി. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അത് വെച്ചിട്ട് തന്നെ ഫുൾ ലിമിറ്റഡ് ആണ്. സീരിയലിൽ ഒരു 3-4-5 നമുക്കറിയാം ഇത്ര ഷോർട്ട്സേ ഉള്ളൂ, ഇത്ര എക്സ്പ്രഷൻസേ വരും. അതിലിങ്ങനെ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 2 ഷോട്ട്, ഒരു വൈഡ്, ഒരു ക്ലോസ്, ഒരു മിഡ്, അങ്ങനെ കുറച്ച് അത്ര പരിപാടിയിൽ കുറച്ച് പരിപാടി അങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷെ സിനിമ അങ്ങനെയല്ല ബ്രോ. സിനിമയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതിനെക്കാട്ടി ഭയങ്കര വ്യത്യസ്തമാണ്. സിനിമയിലെന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ടിവിറ്റിയൊക്കെ നമ്മൾ ഇപ്പോൾ ചുമ്മാ ഒരു സീൻ അഭിനയിച്ചാൽ പോരാ, അതിൻ്റെ ആക്ടിവിറ്റീസാണ്, അതിൻ്റെ കണ്ടിന്യൂറ്റി നോക്കണം. അതാണെങ്കിൽ ഓരോ ഭാവങ്ങളും ഭയങ്കര വ്യത്യാസമായിരിക്കും. പിന്നെന്താണ്, നോർമലി ശരിക്കും ബിഹേവ് ചെയ്താൽ മതി.
ബിഹേവ് ചെയ്താൽ മതി. നോർമലി ബിഹേവ് ചെയ്താൽ മതി. പിന്നെ ഈ ചിലർക്ക് ഈ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ അറിയാം, അല്ലെങ്കിൽ ഇത് ഇത്ര എൻ്റെ കൂടെ അഭിനയിച്ച കോ ആക്ടർ ശ്രീനാഥൊക്കെ ആ കാര്യത്തിൽ ഭയങ്കര കിട്ടലാണ്. ശ്രീനാഥിന് ഈ FPS എത്ര ഇത് ചെയ്യണം, ഇതിലെത്ര ഇത് അഭിനയിക്കണം എന്ന് പുള്ളിക്കൊക്കെ അറിയാം. പുള്ളിയൊക്കെ കാരണം അതിനുള്ള ആഗ്രഹം കൊണ്ട് പഠിച്ചെടുത്തതാണ്. നമുക്ക് ഇതിനോടുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിലോട്ട് എന്താണ് പിടിച്ച് കയറും. നമ്മൾ അവരുടെ ആ ഒരു, എനിക്ക് സീരിയലിൽ നിന്ന് സിനിമയിലോട്ട് ആദ്യത്തെ ഒരു മാസമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം സീരിയൽ എക്സ്പ്രഷൻസൊക്കെ അറിയാണ്ട് നമ്മൾ ഒരു 4-5 വർഷം സീരിയൽ ചെയ്യുമ്പം അത് നമ്മൾ അതിൻ്റെ എക്സ്പ്രഷൻസൊക്കെ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുക അറിയാണ്ട് വരും. നമ്മൾ അതേ കണക്ക് ചില മൂവി നമ്മൾ സ്ലോയിൽ ചില മൂവ്മെൻ്റൊക്കെ വരും, ചില ലുക്സ്, റിയാക്ഷൻസ്. പക്ഷെ ഇവിടെ അതൊന്നും വേണ്ട. ഇവിടെ നമ്മൾ നോർമലി എങ്ങനെയാണോ അതേപോലെ ചെയ്താൽ മതി. അയാൾക്ക് ചില സീൻ ഇത്ര മീറ്റർ എന്ന് പറഞ്ഞു തരും. അതെല്ലാം ആ രീതിയിൽ മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്നിടത്താണ്. അത് എനിക്ക് 1 മാസത്തിന് കൊണ്ട് ഞാൻ അവരുടെ ഒരു ഇതിൽ പിടിച്ചെടുത്തു. പിന്നെ ഡയലോഗ്സൊക്കെ പഠിക്കുക, ഇമ്പ്രവൈസേഷൻ ഉണ്ട്. നമുക്ക് നല്ല ഡയലോഗ്സ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ഈ നമ്മൾ സ്ക്രിപ്റ്റ് ഇങ്ങനെ ഡിസ്കസ് ചെയ്യും ഡയറക്ടർ, ബാക്കി കോ ആക്ടേഴ്സ് എല്ലാം കൂടി. അപ്പം അതിനകത്ത് തന്നെ നമ്മളോട് ചോദിക്കും നിനക്ക് ഈ സീനിൽ എന്ത് പറയാൻ പറ്റും, സജഷൻസ് എടുക്കും. സജഷൻസ് എടുക്കും. ഒരുപാട് ഞങ്ങളൊക്കെ ഒരുപാട് സാധനം കൈന്നിട്ട് നമ്മുടെ അത് ഞാനും പറഞ്ഞിട്ടുണ്ട്. ആദ്യം എൻ്റെ കൂടെ അഭിനയിക്കുന്നവർക്ക് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഇവരൊക്കെ എന്ത് ബ്രില്യൻ്റ് ആണ് നമുക്ക് ഇങ്ങനെ ചിന്തിക്കും. കാരണം അവരുടേതായ ഐഡിയാസ് പറയുന്നു, അവരൊരുപാട് ഇത് ചെയ്യുന്നു. പക്ഷെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പം ഞാനും എൻ്റെ ഒരുപാട് ഡയലോഗ്സ് ഞാൻ കയ്യിൽ നിന്ന് ഇട്ടിട്ടുണ്ട്, ഒരുപാട് സാധനം. അപ്പോൾ അത് ഡയറക്ഷൻ സൈഡിൽ നിന്ന് ഓക്കെ പറയും, അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ. ബ്രോയുടെ ഇൻസ്റ്റാഗ്രാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഡാൻസ് ഉണ്ട്, മാർഷൽ ആർട്സ് ഉണ്ട്, നഞ്ചക്കൊക്കെ വെച്ച് ചെയ്യുന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം സിനിമയ്ക്ക് വേണ്ടി പഠിച്ച സാധനങ്ങളാണോ അല്ല പണ്ടേ ചെയ്യുന്നതാണോ? ബ്രോ അങ്ങനെയല്ല. അതായത് ആക്ച്വലി എനിക്ക് ഓരോ സാധനം ഇങ്ങനെ മുമ്പോട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ എനിക്ക് ഈ അതായത് ആക്ച്വലി ചെറുതിലോട്ട് ഡാൻസ് കളിക്കും, പിന്നെ അത് കഴിഞ്ഞ് റോളർ സ്കേറ്റിംഗ് ചെയ്യും, പിന്നെ സൈക്കിൾ ഓട്ടി. അപ്പോൾ സൈക്കിൾ സ്റ്റൺസ് ഒക്കെ ചെയ്യും. അപ്പോൾ അതിങ്ങനെ ഓരോ ചാനലിലും മറ്റേ ഈ ടാലൻറ്റ് ഷോസ്, ഞാൻ റിയാലിറ്റി ഷോസൊക്കെ ആദ്യം ചെയ്തു തുടങ്ങി. അപ്പോൾ അതിലൊക്കെ യൂസ് ചെയ്യുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോ സാധനം ഇങ്ങനെ പഠിച്ച് വരും. പിന്നെ മെയിനായിട്ട് എടുത്തിടാനുള്ളൊരു കാര്യമുണ്ട്. അതായത് എൻ്റെ ഫസ്റ്റ് സീരിയൽ നമ്മുടെ ശ്രീനിഷേട്ടനായിട്ടായിരുന്നു, പേളി ചേച്ചിയുടെ. അപ്പോൾ ഞാൻ ശ്രീനിഷേട്ടനെ ഇടയ്ക്കൊക്കെ വിളിക്കുമ്പോൾ പേളി ചേച്ചി ഇങ്ങനെ സംസാരിക്കുമല്ലോ എന്നോട്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് സീരിയൽ കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു ഗ്യാപ്പുണ്ട്. അപ്പോൾ പുള്ളിക്കാരി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ടേ, അതെനിക്ക് ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. പുള്ളിക്കാരിക്ക് ഇപ്പോൾ അത് ഓർമ്മ ഉണ്ടെന്ന് പോലും അറിയത്തില്ല. ഞാൻ ചേട്ടൻ്റെ ബർത്ത്ഡേയുടെ സംസാരിക്കുക അങ്ങനെ എന്തോ സംസാരിച്ചപ്പോൾ എനിക്കിപ്പോൾ ആ ടൈമിൽ എനിക്ക് വർക്കില്ല, ഞാൻ അടുത്ത വർക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്, അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പേളി ചേച്ചി എന്നോട് പറയുകയെ, എടാ വർക്ക് വരുന്നില്ല എന്നൊന്നും നീ ചിന്തിക്കണ്ട സച്ചിൻ, നീ എപ്പോഴും നിൻ്റെ ടാലൻ്റ് ഇങ്ങനെ റീപോളിഷ് ചെയ്തുകൊണ്ടിരിക്കണം. അത് നമുക്ക് ഭയങ്കരമായിട്ട് ഉപയോഗം ഉണ്ടാവും ഫ്യൂച്ചറിൽ. അതുമാത്രമല്ല, നീ ഓരോ സാധനവും നിനക്കിപ്പോൾ ഇത്രയും ടാലൻസ് ഉണ്ട്, നീ ഇതിൽ മാത്രം നിൽക്കരുത്, നീ ഇങ്ങനെ ഓരോ കാര്യം ഇങ്ങനെ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കണം. ഈ പുള്ളിക്കാരി ഇത് അന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ആ ചേച്ചി ഷുവറായിട്ടും ഞാൻ ചെയ്യാം എന്നൊക്കെ അന്ന് ഇങ്ങനെ പുള്ളിക്കാരി ഇങ്ങനെ ഫോണിൽ അതൊരു കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞ് ഞാനത് കേട്ടു. അപ്പം ഞാൻ അതിൻ്റെ എനിക്ക് വർക്കില്ലെങ്കിൽ ഞാനിങ്ങനെ ഓരോ സാധനങ്ങളിങ്ങനെ കണ്ടെത്തി ഇങ്ങനെ ചെയ്തിരിക്കും. പക്ഷെ അത് പുള്ളിക്കാരി അന്ന് എന്നോട് പറഞ്ഞ കാര്യം എനിക്ക് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അത് ഭയങ്കരമായിട്ടും ഉപയോഗപ്പെട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ചെയ്ത സിനിമയിലാണെങ്കിലും സീരീസിലാണെങ്കിലും. അപ്പം നമുക്കിതൊരു ഈ ഇങ്ങനെ എക്സ്ട്രാ ഓരോ ടാലൻസൊക്കെ ബിൽഡ് ചെയ്യുന്നത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് സിനിമയ്ക്ക്. അപ്പം അവർക്ക് ഇവർ ഇപ്പം ഭയങ്കര ടാലൻറ്റഡ് ആണ്. അപ്പോൾ അവർക്കൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ ഈ ആക്ടിവിറ്റീസ് എല്ലാം യൂസ് ചെയ്യും. പിന്നെ കൃഷാന്തേട്ടനെ പോലുള്ള ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് എന്ത് ചെയ്യും, ഈ ടാലൻസ് ഉറപ്പായിട്ടും അവർ ചിന്തിക്കും ഇതെങ്ങനെ എനിക്ക് അവരുടെ സിനിമ അല്ലെങ്കിൽ അവരുടെ വർക്ക് അവർ കൃഷ്ണാന്തോട്ട് ഓൾമോസ്റ്റ് എൻ്റെ സംഭവങ്ങളൊക്കെ സീരീസിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഞാൻ ഓരോരുത്തരും പോയി പഠിക്കുന്നതെന്നല്ല, ഞാനിങ്ങനെ ഓരോ ഇതും പുതിയ ഐഡിയാസ് അങ്ങനെ ഞാൻ നഞ്ചാക്ക് ചെയ്തു തുടങ്ങി. പിന്നെ മറ്റേ സ്റ്റിക്ക് റോളിങ് ചെയ്തു തുടങ്ങി. അതൊക്കെ ഇനി എൻ്റെ റിലീസാവാൻ പോകുന്ന സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്ത് ഇതൊക്കെ ഇങ്ങനെ ഇപ്പം കൃഷ്ണാന്തോട്ടൻ്റെ അടുത്ത മസ്തിഷ്ക മരണം പൊളിയായിട്ട് അത് എൻ്റെ ഒരു സംഭവം യൂസ് ചെയ്തിട്ടുണ്ട്. ഈ മസ്തിഷ്ക മരണത്തിലെ ക്യാരക്ടർ എങ്ങനെയാണ്? മസ്തിഷ്ക മരണത്തിലെ ക്യാരക്ടറിനെ കുറിച്ച് കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല. അത് ചെറുതാണ്, പക്ഷെ ഒരു കിടിലൻ സാധനമാണ്, പവർഫുള്ളാണ്. ഓക്കെ. മസ്തിഷ്ക മരണം പടം എങ്ങനെയായിരിക്കും? മസ്തിഷ്ക മരണം അതായത് സീരീസുമായിട്ട് എൻ്റർലി ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇത് തമ്മിൽ ഒരിക്കലും ഒരു ബന്ധമില്ല. കൃഷ്ണൻചേട്ടൻ്റെ ഓരോ സബ്ജക്റ്റും ഭയങ്കര വ്യത്യാസമാണ്. മസ്തിഷ്ക മരണം ഇപ്പോൾ പറയാൻ പറ്റുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫ്യൂച്ചർ സബ്ജക്റ്റാണ്. അതായത് 2040 ആ ഒരു കാലഘട്ടത്തിലെ കേരളം എങ്ങനെ ആയിരിക്കും, 40-45 അതിന് ശേഷമുള്ള കാര്യങ്ങൾ. സയൻസ് ഫിക്ഷൻ ആണ്. സയൻസ് ഫിക്ഷൻ എന്നൊന്നും പറയാം. ഒരു സൈബർ പങ്ക്
അങ്ങനെയൊക്കെ ഉള്ളൊരു വേറൊരു ജോണറാണ് സിനിമ, വേറൊരു മൂഡാണ്. പിന്നെ നമ്മൾ ഈ കാണുന്ന കണക്കത്തെ കളർ സ്കീമൊന്നും ആയിരിക്കൂല. പിന്നെ നമ്മുടെ ഇവിടുത്തെ എക്സ്റ്റീരിയർ ഒന്നും അധികമായിട്ട് കാണിക്കുന്നില്ല, കാരണം നമുക്ക് അറിയത്തില്ലല്ലോ. കാരണം ഇപ്പം നമ്മളൊരു പഴയ പടം ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിന് കുറേ റെഫറൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പം കറൻ്റ്ലി ഉള്ളൊരു പടമാണെങ്കിൽ അതിനും കുറേ റെഫറൻസ് ഉണ്ട്. പക്ഷേ ഫ്യൂച്ചറിൽ, അതായത് നമ്മൾ കണ്ടിട്ടില്ലാത്ത കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യമാണ്, അത് നമുക്ക് എങ്ങനെ ആയിരിക്കും എന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അത് കൃഷാന്ത് ചേട്ടൻ്റെ ഒരു ഐഡിയയിൽ കൃഷാന്ത് ചേട്ടൻ ഒരു ചെയ്ത് വെച്ചേക്കുന്ന ഒരു സാധനമാണ്. അപ്പം മസ്തിഷ്ക മരണത്തിനെ കുറിച്ച് അതൊരു ഫ്യൂച്ചർ സബ്ജക്റ്റാണ്. ഓക്കെ, അത് ആക്ച്വലി വണ്ടർ അടിപ്പിക്കും. അതായത് കൃഷ്ണൻ ചേട്ടൻ്റെ ഓരോ സബ്ജക്റ്റും ഭയങ്കര വ്യത്യസ്തമായിട്ടിരിക്കുന്ന പോലെ ഇതും വണ്ടർ അടിപ്പിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ ആവാസ വ്യൂഹം കാണുമ്പം അല്ലെങ്കിൽ സംഘർഷഘടന കാണുമ്പോൾ പുരുഷ എല്ലാം ഒന്നിനൊന്നിനൊന്നിന് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ സീരീസ് ആണെങ്കിലും ഈ ചെയ്തിട്ട് വർക്കൗട്ടും യാതൊരു ബന്ധമില്ലാത്തൊരു സാധനമാണ് നമ്മുടെ സീരീസ്. അതേപോലെ ഇതും അതേപോലെയാണ്, ഭയങ്കര പൊളിയാണ്, ഞാൻ ആക്ച്വലി എനിക്ക് മസ്തിഷ്ക മരണത്തിനെ കുറിച്ച് ഒരുപാട്, കാരണം എനിക്ക് ഒരു ഏകദേശം ഒരു 10 daysനകത്താണ് എൻ്റെ ഷൂട്ട് ഉണ്ടായിരുന്നത്. ഞാൻ ഓവറോൾ ഷൂട്ട് മൊത്തം കണ്ടിട്ടില്ല, പക്ഷേ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ സീൻസൊക്കെ കുറച്ച് കണ്ടിട്ടുള്ളതിൽ എനിക്ക് മനസ്സിലായത് ഭയങ്കര അടിപൊളിയാണ്. അത് കാരണം ഒരു തിയേറ്റർ സംഭവമായിരിക്കും, ഒരു കിടില സംഭവമായിരിക്കും. അതായത് ഞാൻ കാണുന്ന എൻ്റെ ഒരു കാഴ്ചപ്പാടി എനിക്ക് കാണുമ്പോൾ തന്നെ അവർക്ക് നല്ല കോമഡിയൊക്കെ ഉണ്ട്, കാണുമ്പോൾ അടിപൊളിയാണ്. അതിനൊക്കെ ആക്ടേഴ്സ് എല്ലാം കിടിലായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പം നിരഞ്ജാണെങ്കിലും, ഇപ്പം നിരഞ്ജ്, മണിയമ്പിള്ള രാജു, രജീഷ വിജയൻ, ദിവ്യപ്രഭ, ശ്രീനാഥ്, പിന്നെ വിഷ്ണു അഗസ്ത്യ, ജഗദീഷ് സാറ്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഔട്ട് ഓഫ് ദ വേൾഡ് എന്നൊക്കെ പറയില്ല, അത് നമുക്ക് കിട്ടില്ല, ഒരു രക്ഷയില്ല. കൃഷ്ണേട്ടൻ്റെ ഐഡിയാസ് ആണെങ്കിലും കൃഷ്ണേട്ടൻ്റെ ബാക്കപ്പ് പ്ലാൻസ് ആണെങ്കിലും ഭയങ്കര കിട്ടിലാണ് ബ്രോ. അതായത് ഈ സെറ്റിൽ ഇറർ എന്ന് പറയുന്നൊരു സാധനം ഇല്ല. അതായത് കൃഷ്ണേട്ടൻ്റെ സെറ്റ് എല്ലാത്തിനും ഒരു ബാക്കപ്പ് പ്ലാൻ കാണും. അതാണെങ്കിൽ ആക്ടേഴ്സിനെ കൊണ്ടെടുത്ത് ഇങ്ങനെ മുഷിക്കുന്ന, അതായത് ഈ വെയിറ്റ് ചെയ്യിപ്പിക്കുന്ന പരിപാടിയൊന്നുമില്ല. ആക്ടേഴ്സ് എല്ലാം ഭയങ്കര ഹാപ്പിയാണ്, സെറ്റിൽ എല്ലാവരും ഭയങ്കര ഫണ്ണാണ്. അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ, ഇപ്പം ഞങ്ങൾക്ക് ഇലവേഴ പുഞ്ചിറയിൽ ഷൂട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷൂട്ടുണ്ടായിരിക്കുമ്പം അവിടെ, അതായത് ആ സ്ഥലത്ത് അങ്ങനെ വേറെ ആൾക്കാരൊന്നുമില്ല, അവിടെ ഇങ്ങനെ അവിടെ ഈ ഷൂട്ടുകാർ അങ്ങനെയൊക്കെ പോകും. അപ്പോൾ ആ സമയത്ത് മാത്രം അവിടെ 2 കട ഇങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ട്. അപ്പോൾ പല ഇതായിട്ട് ഷൂട്ട് നടക്കും. അപ്പം നമ്മൾ കൂടുതൽ ആ സ്ഥലത്ത് നൈറ്റ് ഷൂട്ടൊക്കെയാണ്. കൃഷ്ണനേട്ട ഇപ്പോൾ ആക്ച്വലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം സീൻ ചെയ്തു, അപ്പോൾ അടുത്ത ഞങ്ങളൊരു 3-4 മണിക്കൂർ നമുക്ക് ഫ്രീ ആണ്. അപ്പോൾ നമ്മുടെ അടുത്ത് പറയും, മാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ക്യാരവാനിൽ പോയിരിക്കാം, നിങ്ങൾക്ക് ഇനി ഇത്ര മണിക്ക് ഷോട്ട് കാണുമോ എന്ന് പറയും. അതേപോലെ ഇപ്പം കൊച്ചിയിലൊക്കെ വെച്ചുള്ള ഷൂട്ടാണെങ്കിൽ നമ്മളിപ്പോൾ രാവിലെ ഒന്നും വിളിച്ച് സെറ്റിൽ കൊണ്ടൊന്നും ഇരുത്തത്തില്ല ഒരു ആക്ടേഴ്സിനെ. പുള്ളി പറയും, നമുക്കിങ്ങനെ ഈ സ്കെഡ്യൂൾ അയക്കുമല്ലോ, സ്കെഡ്യൂൾ അയക്കുമ്പോൾ തന്നെ ഇങ്ങനെ കോൾ ടൈമിൽ പറയും, ഇപ്പം മൂങ്ങയ്ക്ക് 2 മണിയാണ്, അല്ലെങ്കിൽ അൽത്താഫിന് 9 മണിയാണ് കറക്റ്റ്. പക്ഷെ ആ ചെല്ലുന്ന ടൈം കറക്റ്റ് ആയിരിക്കും. അതായത് ഭയങ്കര ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകും പുള്ളിയുടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക്. ഈ കൃഷ്ണാന്ത് ബ്രോയുടെ കാര്യം പറഞ്ഞപ്പോഴേ, ശബ്ദം ബ്രോയുടെയും കൃഷ്ണാന്ത് ബ്രോയുടെ സെയിം ആയിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, അത് എല്ലാവരും പറയാൻ ബ്രോ, ഞങ്ങളുടെ ശബ്ദം സെയിം ആണ്. അതെനിക്ക് ഏകദേശം ലുക്കൊക്കെ സെയിം ആണല്ലോ. അത് കാരണം ലൊക്കേഷനിൽ എല്ലാവരും ഇങ്ങനെ പറയാറുണ്ട്. കാരണം അതെനിക്ക് ഞാനിങ്ങനെ ഇടയ്ക്ക് വോക്കി എടുത്ത് വെച്ചിങ്ങനെ നമ്മുടെ എഡീസിന് ഇങ്ങനെ കാർത്തി ഒരു എഡിയൊക്കെ ഉണ്ട്, ഈ കാർത്തിനൊക്കെ ഇങ്ങനെ ഇതെനിക്ക് കൃഷ്ണനെ വിളിക്കുന്നത് മാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ ഇവരൊക്കെ ഇങ്ങനെ പറ്റാറുണ്ട്. ചില ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുമോ? പുള്ളിയുടെ ശബ്ദം എന്തെങ്കിലും ഒരു ഡയലോഗ് അങ്ങനെ ഇമിറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പറ്റില്ല. കാരണം ഇതേപോലെ ആണല്ലോ. പുള്ളി ഇങ്ങനെ പറയും, ഇല്ലമൻ അത് വേണ്ടമൻ ഇത് നല്ല ജോക്കല്ല മാൻ, ഇങ്ങനെയൊക്കെയാണ്. ഇത് പറഞ്ഞപ്പോഴാണ് കൃഷ്ണൻ ബ്രോവിൻ്റെ അടുത്ത പടം ലാലേട്ടനായിട്ടാണെന്നൊക്കെ ഇങ്ങനെ റൂമേഴ്സ് വെക്കുന്നത്, ശരിയാണോ? ബ്രോ, അതിങ്ങനെ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് ഉടനെ എനിക്കും കറക്റ്റായിട്ട് ഇപ്പം, കാരണം ഞാനിപ്പോൾ ഇവരൊക്കെ മീറ്റ് ചെയ്തിട്ട് കുറച്ച് ദിവസമായി, അതിങ്ങനെ ഉടനെ നടക്കും എന്ന് അറിയുന്നത്. ബ്രോക്ക് തമിഴിലൊരു ഫേമസ് ഡയറക്ടറിൻ്റെ ടീമിൻ്റെ ഒരു കോൾ വന്നു എന്നിങ്ങനെ കേട്ടല്ലോ. ബ്രോ, അതായത് എനിക്കിങ്ങനെ അതായത് ആക്ച്വലി ഒരു കോൾ വന്നു, അവരിങ്ങനെ 2-3 സജഷൻ പറഞ്ഞു, ആ രീതിയിൽ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ അയക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഫോട്ടോ ഒക്കെ അയച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ അടുത്തൊരു സീൻ പറഞ്ഞു, ഞാൻ ആ ഒരു സീൻ ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ നമ്മുടെ സീരീസിൻ്റെ കുറച്ച് ഇതായിട്ടൊക്കെ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ എന്തോ ഫോട്ടോഷൂട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇത് നടക്കുന്നുള്ളൂ, സിനിമ തുടങ്ങിയിട്ടില്ല. അപ്പോൾ എന്താവുമെന്ന് എനിക്കറിയത്തില്ല. ലക്കുണ്ടെങ്കിൽ കിട്ടുമായിരിക്കും. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. എന്ത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, കിട്ടിയാലും ഓക്കെയാണ്. എനിക്ക് അങ്ങനെയൊന്നുമില്ല, കിട്ടട്ടെ, എനിക്കുള്ളതാണെങ്കിൽ എനിക്ക് കിട്ടും എന്നുള്ളതാണ്. ആസ് ആൻ ആക്ടർ ഫിലിമിന് കയറുന്നതിന് മുമ്പും കയറിയതിന് ശേഷം വരുത്തിയ ചേഞ്ചസ് എന്തൊക്കെയാണ് ലൈഫിൽ?
ബ്രോ ലൈഫിൽ അങ്ങനെയൊന്നുമില്ല. ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ അവിടെ ഒരു ആക്ടറാണ്, എങ്ങനെയാണോ ആക്ടറിനെ പോലെ മാക്സിമം എഫേർട്ടൊക്കെ ഇട്ട് ഓരോന്നൊക്കെ പഠിച്ച് ചെയ്യാൻ നോക്കും. അല്ലാണ്ട് എൻ്റെ നാട്ടിലും എൻ്റെ വീട്ടിലൊക്കെ ഞാനൊരു സാധാരണ അവർക്കൊക്കെ സച്ചിൻ എന്താണോ അതേപോലെയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഓരോ പരിപാടികളൊക്കെ ഇങ്ങനെ പഠിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കും. ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ ഇത് പഠിച്ചാൽ കൊള്ളാം, ഇതൊക്കെ എനിക്ക് യൂസ്ഫുൾ ആകും, അങ്ങനെ നോക്കി. പിന്നെ നമ്മൾ തന്നെ നമ്മളെ സെൽഫായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് വെക്കണം. നമുക്ക് ആരും കാണില്ല, ഒരു ടൈം ഒരു ഏജ് കഴിയുമ്പോൾ നമ്മളെപ്പോഴും ഒറ്റയ്ക്കായിരിക്കും. അപ്പം നമ്മളെ ഹാപ്പിയാക്കി നമ്മുടെ ഓരോ ഡേയും എങ്ങനെ ഇന്നോവേറ്റ് ആക്കി നമ്മൾ സന്തോഷം കണ്ടെത്തി പോവുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം സിനിമ ഇല്ലാത്തപ്പം ചിലപ്പോൾ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുമായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, ഓരോ ആക്ടിവിറ്റീസിൽ ഞാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് എൻഗേജ്ഡായി പുതിയ സാധനങ്ങൾ പഠിക്കുക, പുതിയ ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കുക, അങ്ങനെ എന്തൊക്കെയൊക്കെ ആലോചിച്ച് അങ്ങനെ പോവുക. അങ്ങനെയൊക്കെ ഉള്ളതുള്ളൂ. അല്ലാണ്ട് എനിക്കിപ്പം പിന്നെ അഭിനയിക്കാൻ പോകുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്ന് പറഞ്ഞാൽ അഭിനയിക്കുക. എനിക്ക് ഇപ്പം ചാനലാണെങ്കിലും ഇപ്പം എനിക്ക് അഭിനയം ഇപ്പം സീരിയലാണെങ്കിലും സിനിമയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു റിയാലിറ്റി ഷോയിൽ ഡാൻസ് കളിക്കാൻ പോകുന്നതാണെങ്കിലും ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എനിക്ക് ഇപ്പം എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെന്ന് വെച്ചോ, പക്ഷെ ഞാനൊരു ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ ഇതൊന്നും പിന്നെ എൻ്റെ തലയിൽ കാണത്തില്ല, ഞാനിതൊന്നും അറിയത്തില്ല. എനിക്ക് ഒരു സാധനം അത്രയ്ക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോകുമ്പം ഭയങ്കര അടിപൊളിയാണ്. കാരണം ഒരു 100-200 ആൾക്കാരെ കാണാം, എപ്പോഴും നമ്മുടെ ചുറ്റിന് ആളുണ്ടാവും, നമ്മളടുത്ത് എപ്പോഴും വന്നിട്ട് നമ്മളെ ചിരിക്കാൻ ആളുണ്ടാവും. നമ്മൾ ഈ ഒറ്റപ്പെടലെന്ന് പറഞ്ഞൊരു സാധനം ഒരിക്കലും ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കാണത്തില്ല. അതിപ്പം പിന്നെ നമ്മൾ കുറേ എഫേർട്ട് ഇടേണ്ടി വരും. നമുക്കിപ്പം ഈ ക്യാരക്ടർ ചെയ്യുമ്പോൾ അതിന് കുറേ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. നമുക്ക് മിസ്റ്റേക്സ് ഉണ്ടാവാം, പിന്നെ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ടാവും. പക്ഷെ ഇതൊന്നും നമ്മൾ ഈ ഒരു ലൊക്കേഷനിൽ ഈ ഒരു വൈബിൽ നിൽക്കുമ്പോൾ നമ്മളെ ബാധിക്കില്ല. എല്ലാം മറന്നതിൽ നിൽക്കുമല്ലേ, എല്ലാം മറന്നു നിൽക്കും. നല്ല ആക്ടേഴ്സൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ്. ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ള ഇപ്പം വേറൊരു സിനിമയും കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്, നീരജ് മാധവന്റെ പ്ലൂട്ടോ ചെയ്തിട്ടുണ്ട്. പ്ലൂട്ടോയിലെ ഏലിയൻ മൂവി അല്ലേ? ഏലിയൻ മൂവി. അതിനകത്ത് ബ്രോയുടെ ക്യാരക്ടർ എങ്ങനെയാണ് വരുന്നത്? അതിനകത്ത് അത്യാവശ്യം നല്ലൊരു ക്യാരക്ടറാണ് ബ്രോ. അതായത് അത്യാവശ്യം ഇവരുടെയൊക്കെ കൂടെയുള്ള അത്യാവശ്യം കിട്ടുന്നൊരു ക്യാരക്ടറാണ്, ഫൺ ഗൂഫി ക്യാരക്ടറാണ്. അത് അടിപൊളിയാണ്. സെറ്റ് നല്ല രസമാണ്, കോആക്ടേഴ്സൊക്കെ അടിപൊളിയാണ്, ഫുൾ ഫണ്ണാണ്. അത് അവിടെയും ഈ ഒരുപാട് ഫ്രീ ടൈമൊക്കെ കിട്ടാറുണ്ട്. പക്ഷെ എന്നാൽ ആ ഫ്രീ ടൈമൊക്കെ ഞങ്ങൾ ഭയങ്കര ഫണ്ണാണ്. ലുഡോ കളി, യൂണോ കളി അടിപൊളിയാണ്. അവിടെ അടിപൊളി. അതൊരു ഈ പറയുന്ന കണക്കൊരു വ്യത്യസ്തമായ വേറൊരു ജോണർ സബ്ജക്റ്റാണ്, നല്ല രസമാണ്. ബ്രോ ഒരു ഹിന്ദി മ്യൂസിക് വീഡിയോയിൽ അഭിനയിച്ചിട്ടില്ലേ, കർമ്മയുടെ? കർമ്മ, നമ്മുടെ ഹനുമാൻ ഖാൻ്റെ ഫ്രണ്ട്. അത് ആക്ച്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടുണ്ട്. അപ്പം പുള്ളിക്കാരിയുടെ അനിയൻ ഇതേപോലെ സിനിമാറ്റോഗ്രാഫി പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പുള്ളിക്കാരി ഞാൻ പ്ലൂട്ടോയിൽ അഭിനയിക്കുന്ന സമയത്ത് അനിയൻ ഞാനിങ്ങനെ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ അനിയനെ പറഞ്ഞ അവിടെ വിട്ടു. അപ്പോൾ പുള്ളിക്കാരൻ എന്നെ കണ്ട്. അപ്പോൾ അവൻ ഭയങ്കര ബ്രില്യൻ്റാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ പേര് അദ്വൈതം എന്നാണ്. അപ്പോൾ പുള്ളിക്കാരൻ എന്നെ കണ്ടപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഞാനും പുള്ളിക്കാരിയും തമ്മിൽ ഒരുപാട് നാളത്തെ പരിചയമാണ്, നമ്മൾ നല്ല ഫ്രണ്ട്ലിയാണ്. പുള്ളിക്കാരുടെ അച്ഛൻ എൻ്റെ സീരിയലിലൊരു ക്യാമറാമാനും കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു കണക്ഷനും കൂടി ഉണ്ട്. അപ്പോൾ ഇതേപോലെ ഇവൻ ഇങ്ങനെ എന്നെ അതിലോട്ട് സജസ്റ്റ് ചെയ്തു. അപ്പോൾ അവർക്ക് ആ ടീമിന് എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ആ ഒരു ആൽബത്തിൽ ഇങ്ങനെ അതിനകത്ത് ഒരു സ്കേറ്റിംഗ് പരിപാടി അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അതുവഴിയാണ് അതിൻ്റെ കുറച്ച് ഐഡിയാസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് അപ്പോൾ അത് ചെയ്തായിരുന്നു ഒരു ഹിന്ദി ആൽബം. അത് അടിപൊളിയായിട്ട് പോയിട്ടുണ്ട്. അത് ഇനി അതിൻ്റെ പാർട്ട് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ബ്രൗൺ ഗ്രൂപ്പ് പ്രൊഡക്ഷൻസ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ പ്രൊഡക്ഷൻ തന്നെ ഇപ്പോൾ ഞാനൊരു ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആഡ്, അതായത് നമ്മുടെ പ്രണവ് ശശിധരൻ്റെ ഒരു ആഡ് ചെയ്തിട്ടുണ്ട്. ആഡിന് റിലീസ് ആവാൻ പോകുന്നേ ഉള്ളൂ, നമ്മുടെ ലോകയിലെ ചന്തുവായിട്ട്. ചന്തു ബ്രോ ആയിട്ട് അഭിനയിച്ചു, നിങ്ങൾ രണ്ടുപേരും കൂടെ അഭിനയിച്ചു? ഞങ്ങൾ രണ്ടുപേരും ആഡിന് വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നെക്സ്റ്റ് വരാൻ പോകുന്ന സാധനങ്ങളല്ലേ. ബ്രോ ആക്ച്വലി ഇൻസ്റ്റാഗ്രാം റീൽസ് സ്ഥിരം ഇടാറുണ്ട്, ലൈക്ക് സ്കേറ്റിംഗ് ഇടാറുണ്ട്, അതുപോലെ ഡാൻസ് ഇടാറുണ്ട്, പിന്നെ അല്ലാണ്ടുള്ള വീഡിയോസൊക്കെ ഇടാറുണ്ട്. അപ്പം ഒരുപാട് DMs ഒക്കെ വരാറില്ലേ? ബ്രോ ഇടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എല്ലാവരും ഇങ്ങനെ ചിലരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പം സിനിമയിൽ കയറിയ ടൈമിൽ അല്ലെങ്കിൽ സീരിയൽ ചെയ്യുന്ന ടൈമിലാണെങ്കിലും സീരിയൽ ആക്ടേഴ്സ് ഓൾമോസ്റ്റ് ഇൻസ്റ്റാഗ്രാം റീൽസ് കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ സിനിമയിലുള്ളവർക്ക് അതിനുള്ള ടൈമൊന്നും എല്ലാവർക്കും കിട്ടണമെന്നില്ല. ഞാൻ സീരീസിൽ അഭിനയിക്കും, സിനിമയിൽ ചിലർ പറഞ്ഞിട്ടുണ്ടാ നീ സിനിമയിലാണ് ഒരുപാട് റീൽസ് ചെല്ലുന്നത്. പക്ഷേ ഞാൻ ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് മറ്റുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് തുറന്നു തരാൻ
ഭയങ്കരമായിട്ട് ഇൻസ്റ്റാഗ്രാം സഹായിക്കും. കാരണം ഞാൻ വീഡിയോസ് ചെയ്യും. കാരണം എൻ്റെ ടാലൻസ് ഇങ്ങനെ എന്തുവാണ് ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഞാനപ്പം. കാരണം 2 രീതിയിൽ ഉപയോഗം ഉണ്ടാവും. ഒന്ന്, നമ്മുടെ ടാലൻസ് മറ്റുള്ളവർ ഈ പ്ലാറ്റ്ഫോമിൽ കൂടി മറ്റുള്ളവരെല്ലാവരും കാണുന്നു. ഇത് കണ്ടിട്ട് ഏതെങ്കിലും നല്ലൊരു ഡയറക്ടറിനോ സ്ക്രിപ്റ്റ് റൈറ്ററിനോ അവർക്ക് ഇങ്ങനൊരു പയ്യനുണ്ട്, അവർക്കും അപ്പോൾ തോന്നും ഇവനെ വെച്ചിട്ട് ഇപ്പം കൃഷാന്തേട്ടൻ എന്നെ പരിഗണിച്ചതുപോലെ, അല്ലെങ്കിൽ പ്ലൂട്ടോയിലെ നിയാസ് മുഹമ്മദ് എന്നെ പരിഗണിച്ച പോലെ, അല്ലെങ്കിൽ അതിലെ പ്ലൂട്ടോയിലെ ഡയറക്ടർ ആദിത്യൻ എന്നെ പരിഗണിച്ച പോലെ എല്ലാവർക്കും ഇതേപോലെ ഈ ടാലൻസ് കണ്ടിട്ട് ഇത് യൂട്ടിലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇവരെ വെച്ചിട്ട് ഓരോന്ന് ചെയ്യാനുള്ള ഐഡിയാസ് തോന്നുമല്ലോ. അപ്പം നമുക്കിത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്, നമ്മളിത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഒരുപാട് പേര് നമ്മളെ കാണും, നമുക്കിതൊരു അഡ്വാൻറ്റേജ് ആണ്. നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് അത് മാത്രമല്ല, വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ നല്ലൊരു വീഡിയോ ചെയ്യുവാണ്. ചില വീഡിയോ ചിലപ്പോൾ ഫ്ലോപ്പ് ആവാം, ചില വീഡിയോ ഹിറ്റ് ആവും. അപ്പം നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ അപ്ലോസ് കിട്ടുമ്പോൾ നമ്മൾ മോട്ടിവേറ്റഡ് ആവുകയാണ് ആക്ച്വലി. അപ്പോൾ നമ്മൾ മോട്ടിവേറ്റഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് അതിൽ നിന്നൊരു കിക്ക് കിട്ടും. നമ്മൾ കൂടുതൽ അവിടെ നമ്മൾ കുറച്ചുകൂടി അടിപൊളിയാക്കി ഇനി ഓരോന്ന് ചെയ്യാനും ഓരോന്ന് പഠിക്കാനുള്ള ഒരു ശ്രമം നടത്തും. പിന്നെ അത് മാത്രമല്ല ബ്രോ, വേറൊരു ഇപ്പോൾ എൻ്റെ ലൈഫിൽ എനിക്കൊരു ഇൻസിഡൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അവരുടെ മോൻ ഇങ്ങനെ പൊക്കം കുറവാണ്. അപ്പോൾ ആ കൊച്ചിന് ഏകദേശം UKG എന്നൊരു 6 വയസ്സിൻ്റെ അകത്തേക്കേ വരത്തുള്ളൂ. അപ്പോൾ അവർക്ക് ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവരിങ്ങനെ ഒരുപാട് ഇപ്പം എല്ലാം കാണുമല്ലോ നമ്മൾ ഇപ്പം എൻ്റെ അച്ഛനമ്മയ്ക്ക് ചെറുതിലുണ്ടായിരുന്നത് പോലെ എല്ലാവർക്കും കാണുമല്ലോ, അവരവരുടെ കുഞ്ഞുങ്ങൾ ഡിസബിലിറ്റി ആയിട്ട് ജനിക്കുമ്പോൾ അവർക്കൊരു ടെൻഷനും വിഷമങ്ങളും പേടി. അപ്പം ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഈ ചേച്ചിക്കും ചേട്ടനും ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇവരെനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞ് ഒന്ന് കോൺടാക്ട് നമ്പർ തരാമോ, അല്ലെങ്കിൽ എന്നെ ഇൻസ്റ്റയിൽ ഒന്ന് വിളിച്ചാൽ മതി, ഞങ്ങളുടെ മോൻ ഇങ്ങനെയാണ്, സച്ചിനെ പോലെയാണ് ഞങ്ങളുടെ മോൻ, അപ്പം ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് സംസാരിക്കണം. ഞാൻ പറഞ്ഞു അതിനെന്താ, ഞാൻ നമ്പർ കൊടുത്തു. അപ്പോൾ ഞാൻ നമ്പർ കൊടുത്തപ്പോൾ അവരെന്നോട് പറഞ്ഞ് ഞങ്ങൾ ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പം കുറച്ച് ഫേമസ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നല്ല പൊസിഷനിൽ ജോലി ചെയ്യുന്നവർ അവർ പോയി കണ്ടിട്ടുണ്ട്, ഇത് നമുക്ക് ആക്ടിങ്ങിൽ നിൽക്കുന്ന 2-3 പേരെ പോയി കണ്ടിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന, കാരണം അവർക്ക് സെൽഫായിട്ടൊരു ഇതിന് വേണ്ടിയിട്ട് പിന്നെ അവരെ കുഞ്ഞിനെ ഇവരെയൊക്കെ കാണിച്ച് ഭയങ്കരമായിട്ട് ഒന്ന് ഇതാക്കണം. അപ്പം എന്നോട് പക്ഷെ അവർക്ക് എൻ്റെ വീഡിയോ കണ്ടപ്പോൾ കുറച്ചുകൂടി ഭയങ്കര ഇതായിട്ട് തോന്നി. അവർ പറയുന്നത് സച്ചിൻ ബാക്കിയുള്ളവരുടെ കണക്കല്ല, ഞങ്ങൾ നോക്കുമ്പോൾ സച്ചിൻ ഡാൻസ് ചെയ്യുന്നു, സച്ചിൻ സ്കേറ്റ് ചെയ്യുന്നു, സ്കേറ്റിംഗ് ഒക്കെ ഞങ്ങളുടെ ഈ ഏരിയയിൽ അങ്ങനെ ആരും ചെയ്യുന്ന കണ്ടിട്ടില്ല, അവർ ആ സ്കേറ്റിങ്ങേ അവർക്ക് വലിയ ഐഡിയ ഇല്ല. അപ്പോൾ ഈ സ്കേറ്റ് ചെയ്യുന്നു, ഡാൻസ് ചെയ്യുന്നു, അഭിനയിക്കുന്നു, പിന്നെ മറ്റുള്ള പരിപാടികൾ ചെയ്യുന്നു, മറ്റേ കമ്പൊക്കെ വെച്ചിട്ട് അതായത് അവർ സ്റ്റിക്ക് റൊട്ടേഷനാണ് ഉദ്ദേശിക്കുന്നത്, സ്റ്റിക്ക് റൊട്ടേഷൻ അങ്ങനെ കുറേ, അതായത് എൻ്റെ കുറേ ആക്ടിവിറ്റീസ് ഇവരിങ്ങനെ വണ്ടി ഓടിക്കുന്നു, സച്ചിൻ എത്ര ഹൈറ്റ് ഉണ്ട്, സച്ചിൻ എങ്ങനെ ഇത് ആരെങ്കിലും പഠിപ്പിച്ചു തന്നെയാണോ എന്നാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഇല്ല ചേച്ചി അങ്ങനെയൊന്നുമില്ല, ഞാനിങ്ങനെ എനിക്ക് വീട്ടിൽ അത്യാവശ്യം കുഴപ്പമില്ല സ്വാതന്ത്ര്യം കാര്യങ്ങളൊക്കെ കൊണ്ട് എല്ലാത്തിനും കൂടെ നിൽക്കുന്നതാണ് പപ്പയും അമ്മയും. ഇപ്പം പെങ്ങളൊളിയനുണ്ട്, അവരാണെങ്കിലും സപ്പോർട്ടാണ്. അപ്പം നമുക്ക് ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളും കിട്ടുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി എല്ലാം ചെയ്യും. പിന്നെ ഫ്രണ്ട്സ് ആണെങ്കിലും പിന്നെ സ്കൂൾ ഭയങ്കര കിട്ടില്ലായിരുന്നു, ഞാൻ പഠിച്ച സ്കൂൾ അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവരുടെ മെഴ്സി ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന സ്കൂളിൻ്റെ പേര്. അപ്പം അവിടെ ഇതൊക്കെ പഠിപ്പിച്ചു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തൊരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞു ചേച്ചി നല്ലൊരു സ്കൂളിലാക്കുക, ഏറ്റവും സപ്പോർട്ട് കിട്ടുന്നൊരു സ്കൂളിലാക്കണം. അത് നിങ്ങൾ ഭയങ്കര കാശുള്ള സ്കൂളിൽ കൊണ്ടാക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ഏറ്റവും ആ കുഞ്ഞിനെ ഏറ്റവും നല്ല സപ്പോർട്ട് ചെയ്യുന്നൊരു സ്കൂളിലാക്കണം, ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നൊരു എൻവയോൺമെൻറ്റ് അവനെ വളർത്തണം. അവന് പറ്റുന്ന രീതിയിൽ നിങ്ങൾ പഠിപ്പിച്ചാൽ മതി. ആയിട്ട് അവൻ്റെ ആക്ടിവിറ്റീസ് കാര്യങ്ങളെല്ലാം ബിൽഡ് ചെയ്യണം. പഠിത്തമാണ് നല്ല രീതിയിൽ പഠിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതിൽ ഭയങ്കരമായിട്ട് ചെയ്താൽ ഭയങ്കര നല്ല ജോലി നല്ല പൊസിഷനിലെത്തി അതിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് അവൻ എന്താണോ ഇതേപോലെ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ ഒന്ന് ബിൽഡപ്പ് ചെയ്യുമ്പോൾ അടുത്ത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ബിൽഡ് ചെയ്ത് അവൻ തന്നെ സെൽഫായിട്ട് ബിൽഡ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് വരും ചേച്ചി. വേറെ പേടിക്കാനുള്ള വിഷയമൊന്നുമില്ല. ആ ചേട്ടനും സംസാരിച്ചായിരുന്നു, ഞാൻ പറഞ്ഞു പേടിക്കാനൊന്നുമില്ല, കാരണം ഒരു കുറവെന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ ഇതാക്കിയിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, നിങ്ങൾ ചെയ്താൽ മതി. ഞാൻ അതേപോലെ ആയിരുന്നു എനിക്ക്, കാരണം എൻ്റെ ഞങ്ങൾ ഭയങ്കര റിച്ച് ഫാമിലി ഒന്നുമില്ല, ഞാൻ എല്ലാം സ്വന്തമായിട്ടൊക്കെയാണ് പഠിച്ചെടുത്തത്. ഞാനൊരു കട്ട വിജയ് ഫാനാണ്, അതേപോലെ ഋതിക്കിൻ്റെ ഭയങ്കര ഫാനാണ്. ഞാനിങ്ങനെ എൻ്റെ ഡാൻസ് ആ സമയത്ത് പോയി പഠിക്കാനും നമ്മുടെ ഒരു ഇതില്ല, കാരണം പപ്പയ്ക്കൊന്നും വേറെ കൊല്ലത്തെ ജോലി, അപ്പം എന്നെ കൊണ്ടുപോയി പഠിപ്പിക്കാൻ അങ്ങനെയൊന്നും പറ്റത്തില്ലായിരുന്നു. അത് മാത്രമല്ല ആ സമയത്ത് ഡാൻസ് സ്കൂൾസൊക്കെ ഭയങ്കര എൻ്റെ ചെറുതിലൊക്കെ ഇവിടെ ഭയങ്കര കുറവാണ്. അപ്പം നമ്മൾ ഈ DVD ഒക്കെ ഇട്ട് വിജയുടെ ഡാൻസ്, ഋതിക്കിൻ്റെ ഡാൻസ് ഇതൊക്കെ കണ്ടിട്ട് ഞാൻ കൂടുതൽ സെൽഫായിട്ടൊക്കെയാണ് പഠിച്ചു തുടങ്ങി. പിന്നെ റിയാലിറ്റി ഷോസ് എത്തിയപ്പോൾ ചാനലിൽ നിന്ന് കൊറിയോഗ്രാഫി കിട്ടും, അതുകൊണ്ട് അല്ലാണ്ട് പോയി പഠിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിന് മുമ്പ് എല്ലാം ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്കേറ്റിംഗ് ആണെങ്കിലും ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്താണ്, അവരിങ്ങനെ പിടിച്ചു തരുമല്ലോ. അപ്പോൾ വണ്ടി ഓടിച്ച് പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ സമയത്ത്, അല്ലെങ്കിൽ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ചേട്ടന്മാരൊക്കെ ഫ്രണ്ട് ഇരുത്തിയിട്ട് ഈ സ്കൂട്ടറിൻ്റെ ഫ്രണ്ട് ഇരുത്തിയിട്ട് അവരെനിക്ക് ഓടിക്കാൻ തരും. ഓടിക്കാൻ തരുമ്പോൾ വണ്ടിയുടെ ആ നേക്കും പരിപാടിയെല്ലാം ഞാൻ പഠിക്കുമല്ലോ, ബാലൻസ് ആകുമല്ലോ. പിന്നെ ഞാൻ ഒരു ദിവസം ആരും കാണാണ്ടാണ് സെൽഫായിട്ട് ഇങ്ങനെ ഒരു വണ്ടി എടുത്ത് ഓടിച്ച് നോക്കിയത്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടി ഞാൻ ഇങ്ങനെ എടുത്ത് വീട്ടുകാരും അല്ലെങ്കിൽ എടുത്ത് ഓടിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ഓടിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കി. അപ്പം ഞാൻ അതാണ് ആ ചേച്ചിയോട് ഞാൻ അല്ലെങ്കിൽ ആ ചേട്ടനോടും പറഞ്ഞ, നിങ്ങൾ നല്ലൊരു പ്രോപ്പർ എൻവയോൺമെൻറ്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരാണെങ്കിലും സമൂഹത്തിൽ കയറി വരും. അതിപ്പോൾ ഡിസബിലിറ്റി ഉണ്ടെന്നോ അല്ലെങ്കിൽ ഒരു ഡിസബിലിറ്റി ഇല്ലെന്നല്ല, നോർമൽ മനുഷ്യനോ അങ്ങനെയൊന്നുമല്ല. നമ്മളൊരാൾക്ക് നല്ലൊരു എൻവയോൺമെൻറ്റ് കൊടുത്ത് അല്ലെങ്കിൽ നമ്മളയാൾക്ക് മാക്സിമം സപ്പോർട്ട് കൊടുത്ത് മാക്സിമം അയാളെ മോട്ടിവേറ്റ് ചെയ്ത് അയാൾക്ക് എല്ലാ കാര്യത്തിനും ഒന്നുമില്ലെങ്കിൽ കൂടെ നിന്ന് നല്ലൊരു വാക്ക് പറഞ്ഞാൽ മതി, ഉറപ്പായിട്ട് ഒരാൾ കയറി വരും. അല്ലെങ്കിൽ ഒരാളിപ്പം ഇപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒന്ന് കളിയാക്കാണ്ട് എടാ അത് കൊള്ളാം, അല്ലെങ്കിൽ നീ ചെയ്യുന്നില്ല ഇതൊന്ന് മാറ്റി പിടിച്ച് ചെയ്തോ, അതിൽ അങ്ങനെ. അപ്പം ഞാനിത് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ആശ്വാസമായി. അവരെൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് പേര് സച്ചിൻ ഞങ്ങളിങ്ങനെ ആ ഫാമിലി പറഞ്ഞു പോയി കണ്ടിട്ടുണ്ട്, പക്ഷെ സച്ചിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ കിട്ടിയ ഒരു ഇത് ഭയങ്കര അടിപൊളിയാണ്, ഒരുപാട് താങ്ക്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു കുഞ്ഞനിയനാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. ശരിക്കും കേട്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി. എന്തായാലും ഇപ്പം ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്തു, ഇനി അങ്ങോട്ട് ഒരുപാട് പേരെ ഇൻസ്പയർ ആയിട്ട്. താങ്ക് യു സോ മച്ച് സച്ചിൻ ഫോർ ബീങ് പാർട്ട് ഓഫ് ക്ലബ് FM. താങ്ക് യു. എന്നെ ക്ലബ് FM വിളിച്ചതിന് ഒരുപാട് താങ്ക് യു.